വെൽക്കം ടു അവർ ചാനൽ വീണാസ് പഹേലി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കോൺട്രവേഴ്സിയാണ് ആസിഫ് അലി രമേശ് നാരായണൻ സംഭവം. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആസിഫ് അലിയുടെ ആക്ച്വലി റിപ്ലൈ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഒരു സൈഡല്ലേ കേട്ടിട്ടുള്ളൂ, മറ്റേ ആൾക്ക് എന്താ അതിൽ പറയാനുള്ളതെന്ന് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ആസിഫ് അലിയുടെ റിപ്ലൈ ഇന്ന് ഉച്ചയ്ക്ക് അവരുടെ ഒരു പുതിയ ഫിലിമിൻ്റെ ഒരു ലോഞ്ചിന് റിലീസിൻ്റെ എന്തോ ഫങ്ഷന് വന്നപ്പോൾ ആൾ പ്രസ്സിനെ നേരെ സംസാരിച്ചു. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണല്ലോ ഇതിനെക്കുറിച്ച് പല കോൺട്രവേഴ്സീസും ഈ വിഷയത്തെ പറ്റി കേട്ടിരുന്നു. അപ്പോൾ ആളുടെ സൈഡും കൂടി അറിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിക്കാമെന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിഷ്വൽസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു നമ്മൾ കാഴ്ചക്കാർക്ക് കാണുമ്പോൾ അവരുള്ളിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പുറമേ നിന്ന് കാണുമ്പോൾ ഫസ്റ്റ് നമുക്ക് തോന്നുന്നത് ആസിഫ് അലീനെ അവോയ്ഡ് ചെയ്ത പോലെ തന്നെയാണ്. അവോയ്ഡ് ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നീട് അദ്ദേഹം വന്നിട്ട് മാപ്പൊക്കെ പറയുകയും ചെയ്തു. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എക്സ്പ്ലനേഷൻ തന്നു. അത് അദ്ദേഹം അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല, അവർ രണ്ടുപേരും കൂടിയിട്ട് ആയിരുന്നു തരാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് ചെയ്തതാണ്, ഞാൻ അതിൽ വേറെ ഒന്നും വിചാരിക്കുന്നില്ല എന്നിട്ടാണ് പിന്നെ ആസിഫ് അലിയുടെ മാപ്പൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ പറയണ അദ്ദേഹം അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടി ചെയ്തതാണെങ്കിൽ ഒരിക്കലും എന്താ പറയുക, ആസിഫ് അലീനെ എന്തെങ്കിലും ഒരു അവർ നമുക്കൊരാൾ ഒരു പ്രസൻറ്റ് തരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അവരോട് ചിരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മുഖം കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക, എന്നിട്ട് നമ്മുടെ ആഗ്രഹം പ്രകടിപ്പിക്കാം. വേറൊരാളെ വിളിച്ച് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ വേറൊരാളെ വിളിച്ചെങ്കിൽ കൂടി, ഇപ്പോൾ ജയരാജ് സാറിനെ വിളിച്ചെങ്കിൽ കൂടെ ആസിഫ് അലീനെയും ഒരുമിച്ച് വിളിച്ച് രണ്ടുപേർക്കും കൊടുത്തിട്ട് രണ്ടുപേരും കൂടി തരുമെന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി അവിടെ ചെയ്യാം. പക്ഷെ ഇതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അതൊരു എന്താ പറയുക, അവോയ്ഡ് ചെയ്തു എന്നുള്ളൊരു വിഷയത്തിലേക്ക് വന്നത്. പിന്നീട് അതിൽ പറയുന്നുണ്ട് എന്തുവാ, സംഘാടകർ എന്തോ വിളിച്ചില്ല, ആങ്കർ വിളിച്ചിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിദ്വേഷം വന്നു, അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായി എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അത് നമുക്കിതിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആസിഫ് അലിയോട് കാണിക്കേണ്ട കാര്യമില്ല, നമുക്കൊരാൾ അലിയുടെ തെറ്റല്ലല്ലോ. അപ്പോൾ അത് അവരുടെ അടുത്ത് ആ ഒരു ഇത് കാണിക്കേണ്ട കാര്യമില്ല. ആസിഫ് അലി അവിടെ ഒരു ഇരയാവേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തെങ്കിലും ഒരു മുഖത്തൊരു അപ്രോച്ച് രമേശ് നാരായണ അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്നും വന്നിരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും അഡ്മിറ്റ് ചെയ്തു എന്ന് പറയാം, ആസിഫ് അലീനെ കൺസിഡർ ചെയ്തു എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്കതിൽ എത്രത്തോളം അത് അംഗീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആസിഫ് അലി ഓൾറെഡി പറഞ്ഞു, ഇഷ്യൂ ഇല്ല, കുഴപ്പമില്ല, അത് അദ്ദേഹത്തിൻ്റെ ആ ടൈം കൊണ്ട് സംഭവിച്ചതാണ്, ഒരു മനുഷ്യാവസ്ഥയെ പറ്റി അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആഫ്റ്റർ ഓൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ഹ്യൂമാനിറ്റി ഫീൽ ചെയ്തില്ല. അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ഇതിനപ്പുറത്ത് കുറേ കോൺട്രവേഴ്സീസ് ഉണ്ട്. റിലീജിയസിന് സംഭവം പറഞ്ഞു, ആസിഫ് അലി തന്നെ പ്രസിനോട് പറഞ്ഞിരുന്നു റിലീജിയസ് തലത്തിലേക്ക് പോയി, അല്ലെങ്കിൽ വേറെ വിഷയങ്ങളൊക്കെ ഇതിൽ മിക്സ് ചെയ്തു. ഇപ്പോൾ സിനിമ അല്ലെങ്കിൽ ഏതൊരു മേഖലയിലും ഈഗോസും അപ്സ് ആൻഡ് ഡൗൺസൊക്കെ എല്ലാ മേഖലയിലും ഉള്ളതാണ്. ഓക്കെ, പിന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് കൊണ്ടുവരേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് ഇതാണ് സംഭവിച്ചത്, ഏതാണ് സംഭവിച്ചതെന്ന് അറിയില്ല. ആക്ച്വലി അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതിൽ നമുക്ക് കൂടുതൽ വിഷയങ്ങൾ സംസാരിക്കാനില്ല. പിന്നെ ആസിഫ് അലീൻ്റെ വലിയൊരു മനസ്സ് അതങ്ങനെ ഫ്ലോയിൽ വിട്ടത്, അല്ലെങ്കിൽ പിന്നെ ഇതിനെ വേണമെങ്കിൽ അവർക്ക് ഒരു ഇഷ്യൂ ആക്കാം. പിന്നെ അവർ രാവിലെ വിളിച്ച് സംസാരിച്ചു എന്ന് അവരിപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതൊരു വലിയ വിഷയം അവരെ ഭാഗത്തുനിന്ന് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്കതിൽ വലിയ വിഷയങ്ങൾ സംസാരിക്കില്ല. പക്ഷേ ആസ് എ റെപ്രസെൻറ്റേഷൻ ടു ദ സൊസൈറ്റി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ പറയാം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കാരണം എല്ലാവരും മനുഷ്യരാണ്. ഇപ്പോൾ എത്ര വലിയവനായാലും എത്ര താഴ്ന്നവനായാലും റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം തന്നെയാണ്. അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. ഇപ്പം പിന്നെ തെറ്റ് ചെയ്യാത്തവർ ലോകത്ത് ആരുമില്ലല്ലോ എന്ന് നമുക്ക് കരുതി അത് കളയാം. ആൾ അഡ്മിറ്റ് ചെയ്തില്ല, അറ്റ്ലീസ്റ്റ് എല്ലാവരുടെ അടുത്തും, അതായത് പബ്ലിക്കലി സോറി, അല്ലെങ്കിൽ പേഴ്സണലി അവർ തമ്മിലും സോറി പറഞ്ഞാലാണ് നമുക്ക് ഇനി വിഷയത്തെ പറ്റി അധികം ഇനി അത് കൂടുതൽ എന്താ പറയുക കോൺട്രവേഴ്സീസ് കൂടുതലായിട്ട് ഡ്രാഗ് ചെയ്ത് പോകേണ്ട കാര്യം
പാസിഫലി ഒരു സ്റ്റാർ ആയതുകൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ട് ആൾ അല്ലെങ്കിൽ കൂടി ന്യായമായ ഭാഗത്താണെങ്കിലും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്, സപ്പോർട്ട് ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ അതേപോലെ പല മീഡിയ മേഖലകളുള്ള കാരണം ഉള്ള കാരണം നമുക്ക് എന്താ പറയുക, തുറന്ന് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ന്യായമുള്ള ഭാഗമാണെങ്കിൽ എപ്പോഴും തുറന്ന് സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ആ വിഷയം അവസാനിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ പേപ്പർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമ്പോൾ ഫസ്റ്റ് പേജിൽ കണ്ടിട്ടുണ്ടാവും കുറച്ച് ജവാന്മാർ മരിച്ചത്. അപ്പോൾ ഇന്നാളും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും ഇവരൊക്കെ സംരക്ഷിച്ചിട്ടാണ് നമ്മൾ സർവൈവ് ചെയ്ത് പോണത്. അപ്പോൾ ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഓരോ അതിർത്തികളിലും എത്രയോ പേര് മരിച്ചു വീണിട്ടുണ്ട്, ഇപ്പോഴും മരിച്ചു വീണുണ്ട്. ഇനി നാളെയും അത് എന്താ പറയുക സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനെ കുറച്ച് വാല്യൂ കൊടുക്കുക. ഈഗോസ് അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മളിപ്പോൾ പറഞ്ഞ വിഷയത്തെ പറ്റി കമ്പയർ ചെയ്ത് പറയുന്നതല്ല കേട്ടോ. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല സംഭവങ്ങളും പറയാം. അപ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ അടിസ്ഥാനപരമായിട്ട് ബേസിക്കലി ഹ്യൂമാനിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ് വേണ്ടത്. അല്ലാണ്ട് ഈഗോ അല്ലെങ്കിൽ അതുള്ളത് മാറ്റി വെച്ചിട്ട് മനുഷ്യൻ വലിയതാണ് അല്ലെങ്കിൽ ഞാൻ വലിയതാണെന്നുള്ള ഭാവത്തിൽ നടക്കാതെ മറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുക. മറ്റുള്ളവരുടെ എന്താ പറയുക, നമുക്ക് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് സഹായിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നല്ലത് തരട്ടെ, നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിന് മുന്നേ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.